നിശബ്ദ ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാവും ആക്ടറുമായി 1889 മുതൽ 1977 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധ ചലച്ചിത്ര താരമായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന കലാകാരൻ. ഇദ്ദേഹത്തെ സംബന്ധിച്ച് വിശദമായി നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് എല്ലാം നിശ്ചലമായ ആക്ഷൻസുകളാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകളില്ലാതെ നിശ്ചല ചലച്ചിത്രത്തിലൂടെ അല്ലെങ്കിൽ നിശബ്ദ ചലച്ചിത്രത്തിലൂടെ ആളുകളെ ആശയങ്ങൾ അവതരിപ്പിച്ച് മനസ്സിലാക്കുന്ന ലോകം കണ്ടതിലെ ഏറ്റവും മികവുറ്റ ഒരു കലാകാരൻ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രസ്താവനകൾ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ഉദ്ധരണികളായി മാറിയിട്ടുണ്ട്. ആ ഉദ്ധരണികൾ അല്ലെങ്കിൽ ആ പ്രസ്താവനകൾ ഒരെണ്ണമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിച്ചിട്ടുണ്ട്: ഐ ലൈക്ക് ടു വാക്ക് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ ഡു നോട്ട് വാണ്ട് അതേഴ്സ് ടു സീ മൈ ടീയേഴ്സ്. ഇതിങ്ങനെയാണ് എൻ്റെ മലയാള വിവർത്തനം. മഴയുള്ളപ്പോൾ മഴയിൽ നടക്കുവാൻ ഞാൻ ഏറെ പ്രിയപ്പെടുന്നു. അതിൻ്റെ കാരണം മറ്റുള്ളവർ എൻ്റെ കണ്ണുനീർ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു കരച്ചിലോടുകൂടി ആരംഭിച്ച് ഒരു കരച്ചിലോടി പര്യവസാനിക്കുന്ന ജീവിതമാണ്. രണ്ട് കരച്ചിലുകളുടെ ഇടവേളയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഒരു ശിശു ജനിക്കുമ്പോൾ അത് കരച്ചിലൂടിയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. നമുക്കറിയാമല്ലോ, സാധാരണ നിലയിൽ ഹോസ്പിറ്റലിലും മറ്റും ഡെലിവറി നടക്കുന്ന സമയത്ത് ആ ശിശു കരഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ദേഹത്ത് ഇങ്ങനെ നേഴ്സസ് തട്ടി അതിനെ കരയിപ്പിക്കും. അത് വളരെ അനിവാര്യമാകുന്ന ഒരു ഘടകമാണ്. അത് കരയുമ്പോൾ അതിൻ്റെ ലൈഫ് നോർമലാണെന്ന് സാധാരണ നിലയിൽ മനസ്സിലാക്കുന്നു. മരണസമയത്തും വാസ്തവത്തിൽ ഒരു കരച്ചിലൂടെയാണ് ഈ ഭൂമിയെ വിട്ട് മനുഷ്യൻ മാറ്റപ്പെടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കരച്ചിലുകളുടെ ഇടവേളയാണ് മനുഷ്യജീവിതം. ഈ മനുഷ്യജീവിതത്തിൽ നമുക്ക് എത്ര കാലം ജീവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാൻ വയ്യ, യാതൊരു നിശ്ചയമില്ല. എങ്കിലും ഒരുപാട് കണ്ണുനീരിൻ്റെയും സങ്കടത്തിൻ്റെയും കരച്ചിലിൻ്റെയും മുഖമായ ജീവിതാനുഭവങ്ങളുടെയും കഥകൾ അയവിറക്കുന്ന ജീവിതമാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നത്. ദാവീദ് ഇസ്രായേലിൻ്റെ മധുരഗായകനും അനേകരെ സന്തോഷിപ്പിക്കുന്ന മനോഹരമായ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുള്ളവനും ഇസ്രായേലിൻ്റെ രാജാവുമായി ഏറ്റവും പ്രതാപത്തോടെ ജീവിച്ച മനുഷ്യനാണ്. എന്നാൽ 40 വർഷത്തോളം അദ്ദേഹം ഇസ്രായേലിൻ്റെ സിംഹാസന രാജാവായി വിരാജിച്ചിരുന്നു. ആ ദാവീദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിയോഗിയായിരുന്നു ഇസ്രായേലിൻ്റെ മുൻ രാജാവായിരുന്ന ശൗല്. 40 വർഷത്തേക്കാണ് ദൈവം അവനെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിലേക്ക് അഭിഷേകം ചെയ്ത് അവരോധിച്ചത്. എങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചില സന്ദർശനങ്ങൾക്ക് ശേഷം മുഴുവൻ കാലഘട്ടവും ദാവീദിൻ്റെ പിന്നാലെ നടന്ന് കാരണം കൂടാതെ അവനെ ഉപദ്രവിക്കുകയും അവനെ പ്രാണഭയത്തിലാക്കുകയും ചെയ്യുകയായിരുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു നിമിഷത്തിൽ ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഒരു നാൾ ഈ ശൗലിൻ്റെ കയ്യാൽ മരിക്കുകയുള്ളൂ നിശ്ചയം. അത്രമാത്രം അപകട ഭീതിയിൽ, അത്രമാത്രം നിരാശയിൽ, അത്രമാത്രം സങ്കടത്തിൽ, കണ്ണുനീരിലായിരുന്നു തൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടും ദാവീദ് പറയുകയാണ്: ഞാൻ രാത്രി മുഴുവൻ കണ്ണുനീർ കൊണ്ട് എൻ്റെ കിടക്കയെ നനയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കഥയാണത്. രാത്രി മുഴുവൻ ഞാൻ കണ്ണുനീർ കൊണ്ട് എൻ്റെ കിടക്കയെ നനയ്ക്കുന്നു. 2, യഹോവേ, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. 3-ാമത് വേറൊരു സമയത്ത് പറയുകയാണ്: ദൈവമേ, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ തുരുത്തിയിൽ തൻ്റെ കണ്ണുനീർ ശേഖരിച്ചു വയ്ക്കത്തക്കവണ്ണം തൻ്റെ ജീവിതത്തിൻ്റെ ഹ്രസ്വമായ നാളുകൾ മുഴുവൻ നിരന്തരമായി കണ്ണുനീർ കയത്തിൽ ജീവിച്ച ഒരു ദൈവദാസനാണ് ദാവീദ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ദാവീദിനെ പോലെ ഇത്രയും പ്രശസ്തനായ ഒരു മധുരഗായകൻ, ഒരു രാജാവ് ഇത്രയധികം കണ്ണുനീർ വാർക്കുകയും ഇത്രമാത്രം വിഷമിക്കുകയും ചെയ്യേണ്ട ആവശ്യകത? നാം ഉന്നതരോ താണവരോ ആര് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ജീവിത സാഹചര്യം എന്തു തന്നെ ആയിക്കോട്ടെ, പലപ്പോഴും നാം ഒരുപാട് കണ്ണീർ കയത്തിൽ കൂടി മുമ്പോട്ട് പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ കരച്ചിലിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മളുടെ മക്കളോ, നമ്മളുടെ മരുമക്കളോ, നമ്മുടെ സഹോദരന്മാരോ, നമ്മുടെ സഹോദരിമാരോ, നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ ബന്ധുജനങ്ങളോ, നമ്മുടെ സഭാജനങ്ങളോ, അവരിലൊക്കെ ചില ആളുകൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ കണ്ണുനീരിനും സങ്കടത്തിനും മുഖാന്തരമായി ഭവിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ തന്നെ നമ്മെ കണ്ണീർ കയത്തിൽ ആഴ്ത്താറുണ്ട്. എന്നാൽ നിശബ്ദമായി ദാവീദ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാമങ്ങളിൽ
തൻ്റെ കിടക്കയിൽ അവന് ദൈവസനയിൽ കരയുകയും ആ കണ്ണുനീർ കൊണ്ട് തൻ്റെ കിടക്കയെ അവൻ നനയ്ക്കുകയും ചെയ്തു. മാത്രമല്ല, ആ കണ്ണുനീരെല്ലാം ദൈവം തൻ്റെ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് ദാവീദ് തന്നെ പറയുന്നത്. നാം വിശ്വാസികളാകുന്ന നാം ദൈവസനയിൽ അകാരണമായി കരയുന്ന കരച്ചിലിൻ്റെ ഓരോ കണ്ണുനീർ തുള്ളികളും സ്വർഗത്തിലെ ദൈവം തൻ്റെ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നാം കരയുന്ന കണ്ണുനീരിൻ്റെ അളവിന് ഒത്തവണ്ണം അമർത്തിക്കുലുക്കി നമുക്ക് പ്രതിഫലം നൽകേണ്ടതിന്. അതുകൊണ്ട് ഒരിക്കലും നാം നിരാശരാകരുത്. നമ്മുടെ സങ്കടങ്ങൾ കാണുവാൻ ഇവിടെ ആരുമില്ല. മഹാകവി കെ.വി. സൈമൺ അദ്ദേഹം രചിച്ച ഒരു ഗാനത്തിൽ അദ്ദേഹം ഇങ്ങനെ പാടി, അത് ഇങ്ങനെ പാടി, ഇത് എൻ്റെ ആവലാതികൾ അത് കേൾക്കാൻ ഭൂമിയിൽ കാതില്ല എങ്കിലും, എൻ മൊഴികൾ കേൾക്കുവാൻ ഭൂവിൽ കാതില്ലെങ്കിലും, ചെമ്മയായി തുറന്ന കാത് എനിക്കൊന്നുണ്ട് സ്വർഗത്തിൽ. അപ്പോൾ വാസ്തവത്തിൽ എൻ്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ ഇന്ന് ഭൂമിയിൽ ആരുമില്ല. നമ്മുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ സത്യസന്ധതയെക്കുറിച്ച്, നിരപരാധിത്വത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ അത് കേൾക്കാൻ മനസ്സില്ലാത്ത, അതല്ലെങ്കിൽ നമ്മളെ മുൻവിധിയോടുകൂടി വീക്ഷിക്കുന്ന, ഈ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മളെ ജീവിതകാലം മുഴുവൻ മെഷർ ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്വകാര്യ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്കുണ്ട്. മറ്റുള്ളവരോട് അയവിറക്കുവാൻ കഴിയാത്ത സ്വകാര്യ ദുഃഖങ്ങൾ കടിച്ചമർത്തി കണ്ണുനീരിൽ കഴിയുന്ന ധാരാളം വിശ്വാസികളുണ്ട്. ഒരുപാട് സഹോദരന്മാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. ദാവീദ് ആ ശ്രേണിയിൽ ഒരു വ്യക്തി മാത്രമാണ്. അദ്ദേഹം പറയുകയാണ്, രാത്രി മുഴുവൻ എൻ്റെ കിടക്കയെ ഞാൻ കണ്ണുനീർ കൊണ്ട് നനയ്ക്കുന്നു. എന്തിനാണ് ദാവീദ് രാത്രിയിൽ കരഞ്ഞത്? പകൽ കരയാനായിട്ട് എനിക്ക് സമയമില്ലായിരുന്നു. രാജ്യഭാരമുണ്ടായിരുന്നു, ജീവിതത്തിൽ ഒരുപാട് ബന്ധപ്പാടുണ്ടായിരുന്നു, ഉത്തരവാദിത്തമുണ്ടായിരുന്നു. ദാവീദ് രാത്രിയിൽ കരഞ്ഞതിന് ഞാനൊരു കാരണം പറയാം. ഈ ചാർലി ചാപ്ലിൻ പറഞ്ഞ തന്നെയാണ്, ഐ ലൈക്ക് ടു വാക്ക് ഇൻ ദി റെയിൻ ബിക്കോസ് ഐ ഡു നോട്ട് വാണ്ട് അതേഴ്സ് ടു സീ മൈ ടീയേഴ്സ്. മഴ പെയ്ത് വെള്ളം താഴേക്ക് ഓർന്നു വീഴുന്ന സമയത്ത് മഴയിൽ കൂടി നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ കരയുകയാണോ അതോ മഴവെള്ളമാണോ നമ്മുടെ മുഖത്തുകൂടി ഒഴുകുന്നതെന്ന് നമ്മളെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്നുവെച്ചാൽ പബ്ലിക്കിൻ്റെ മുമ്പാകെ നമ്മൾ കരയുകയാണോ അതോ മഴയിൽ നനയുകയാണോ എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ദാവീദ് രാത്രിയിൽ തൻ്റെ കിടക്കയിൽ, തൻ്റെ ഏകാന്തതയിൽ, തൻ്റെ സങ്കടങ്ങൾ ദൈവത്തോട് അവൻ അരുളി ചെയ്തിട്ട് ദൈവമുമ്പാകെ ഹൃദയം തകർന്ന് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. ആ കണ്ണുനീരിൻ്റെ ആഴം അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഒരു ഹൈപ്പർബോളിക് എക്സ്പ്രഷൻ പറഞ്ഞിരിക്കുന്നത്. രാത്രി മുഴുവൻ കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കിടക്കയെ നനയ്ക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മെ കരയിപ്പിക്കുന്ന ഒരുപാട് ജീവിത അനുഭവങ്ങളും പ്രയാസങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതട്ടെ. നമ്മളെ കരയിപ്പിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. നമ്മുടെ കണ്ണുനീർ കാണുവാൻ ഇന്ന് ആരും ഇല്ല എന്ന് വരാം. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളൊന്ന് മനസ്സിലാക്കി ഒരു ആശ്വാസ വാക്ക് നമ്മൾ പറയാൻ ആരുമില്ല. നമ്മൾ അയ്യോ പറയുന്ന പോലെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ നോക്കിവിടുന്നു, പക്ഷേ ആരെയും കണ്ടില്ല. യെശയ്യാ പ്രവാചകനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നതൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നവരാണ്. അതായത് ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാരെ കുറിച്ച് അവരൊക്കെയും ദുഃഖിപ്പിക്കുന്ന ആശ്വാസകന്മാർ. എൻ്റെ കഷ്ടതയോട് അവർ നഞ്ചുവെള്ളം കലക്കി തരുന്നു. അത്രമാത്രം തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ദാവീദ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കണ്ണുനീർ നമ്മുടെ കിടക്ക നനയ്ക്കാം. നമ്മൾ ചൊരിയുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവം ശേഖരിച്ച് തന്റെ തുരുത്തിയിൽ വയ്ക്കുന്നുണ്ട്. ഇന്ന് നാം ഏകരായി ഈ സങ്കടങ്ങൾ അനുഭവിക്കുകയും ഈ കണ്ണുനീർ വഹിക്കുകയും ഒഴുക്കുകയും ചെയ്യുന്നെങ്കിൽ അത് വാസ്തവത്തിൽ മഴയത്താണ് ഈ ചാർലി ചാപ്ലിൻ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കുന്നത് എങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന തേങ്ങലുകളായി കണ്ണീർത്തുള്ളികളായി കൺതടങ്ങൾ നടന്നു വീഴുന്നതാണോ അതോ പ്രകൃതി കനിഞ്ഞു നൽകിയ മഴയുടെ ശകാരമാണോ നമ്മുടെ മുഖത്തും ദേഹത്തും കൂടെ ഊർന്നു വീഴുന്നത് എന്ന് ഒരുപക്ഷെങ്കിൽ പബ്ലിക്കിന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന, ഹൃദയത്തിൻ്റെ അവസ്ഥയെ ഉള്ളതുപോലെ അറിയുന്ന, നാം ആരാകുന്നു എന്ന് മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയ നൊമ്പരങ്ങളെ ഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. കർത്താവ് നമ്മുടെ കണ്ണുനീരുകളെ കാണുന്നു, അവിടുന്ന് നമ്മുടെ വേദനകളെ അറിയുന്നു. അവൻ്റെ സ്നേഹിതനെ പോലെ എന്ന പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ കണ്ണീർ കയങ്ങളിൽ നമ്മുടെ കണ്ണീരിൻ്റെ അനുഭവങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്ന നിലയിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധിച്ചു എന്ന് വരികയില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ വിട്ടുമാറാത്ത രോഗങ്ങളുടെ വ്യാധിയിലകപ്പെട്ട് വേദനകൾ സഹിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരിയായി ഒഴുകുന്നുണ്ടാവാം.
നിങ്ങൾ ചില ആളുകൾ നിങ്ങൾ ആഗ്രഹിച്ച് വളർത്തിയ നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളെ അന്വേഷിക്കാതെ നിങ്ങൾ ദുഃഖത്തിലും നെടുവീർപ്പിലും സങ്കടത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിങ്ങളുടെ കണ്ണുനീരുകളെ അറിയുന്ന, കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനയെ അവിടുന്ന് നന്നായി മനസ്സിലാക്കുന്നു. അവിടുന്ന് മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ സ്വാന്തനകരങ്ങളാൽ നിങ്ങളെ തൊട്ട് സൗഖ്യമാക്കുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഞാനും നിങ്ങളും കരയുന്ന ഈ കരച്ചിലിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും തൻ്റെ തുരുത്തിയിൽ ശേഖരിച്ച് വെച്ച് ഒരു നാളിൽ അത് അളന്നിട്ട് ഇത്രമാത്രം നീ കരയേണ്ടതായ ജീവിതത്തിൽ വന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഏറ്റവും ആശ്വസിപ്പിച്ചൊരു വചനഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ജീവിതങ്ങളും എല്ലാം പര്യവസാനിപ്പിച്ച് നാം മരണമെന്ന വാതിലിലൂടെ ഈ ലോകത്തെ വിട്ട് പ്രത്യാശയുടെ തുറമുഖത്തേക്ക് നാം എത്തിച്ചേരുന്നു. അനധിവിദൂര ഭാവിയിൽ അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. എത്ര ആശ്വാസപ്രദമായ വചനം! അതിനു മുമ്പ് നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാനോട് തന്നെ കർത്താവ് പറയുകയാണ്, സമുദ്രം ഇനിയും ഇല്ല, മരണം ഇനിയില്ല, പിന്നെ വേർപാടില്ല, ദുഃഖവും മുറവിളിയും സങ്കടവും ഇനിയുമില്ല. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഞാനിങ്ങനെ എൻ്റെ ഭാവനയിൽ കാണാറുണ്ട്, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ ബലിയർപ്പിച്ച എൻ്റെ കർത്താവ് ഒരു കർച്ചീഫ് കയ്യിലെടുത്തുകൊണ്ട് പാവപ്പെട്ട എൻ്റെ കണ്ണിലെ കണ്ണുനീരുകൾ എന്നേക്കുമായി തുടച്ചു നീക്കുന്ന മനോഹരമായ നാളെയുടെ നാളുകൾ. ആ ശുഭദിനം നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കുള്ള പ്രത്യാശയും. അതുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണി, കഷ്ടങ്ങൾ സാരമില്ല, നിത്യ തേജസ്സിൻ ധനം ഓർത്തിടുമ്പോൾ നൊടിനേരത്തേക്കുള്ള ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പാടിയ ആ പാട്ടുകാരനോട് ചേർന്ന് നമുക്കും നമ്മുടെ വിശ്വാസ ജീവിതയാത്ര ധൈര്യത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രതികാര ചിന്തയില്ലാതെ നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് ദൈവസ്വം സമർപ്പിച്ചുകൊണ്ട് ഈ കണ്ണുനീർ അടക്കി നമ്മുടെ കിടക്കമേൽ അവ പകർന്നുകൊണ്ട് നമുക്ക് ദൈവമുമ്പാകെ നമ്മുടെ സങ്കടങ്ങളെ അറിയിച്ചുകൊണ്ട് വിശ്വാസ ജീവിതയാത്ര തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തരട്ടെ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.